ഗുഡ് മോർണിംഗ്. ഇന്നും വീണ്ടും നമ്മൾ ഒരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നൊരു ഊട്ടി ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങാൻ പോയിനെ. ഏകദേശം സമയം 4:45. ഞാൻ റെഡി ആയല്ലോ. നാട്ടനും പൈങ്കിളിയും റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ 4:30 നമ്മളോട് പുതിയ തന്നെ വന്നിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലായാലും നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട്. ഇനി ഇറങ്ങുമ്പോൾ മഴയായിരിക്കുമെന്ന് അറിയുന്നില്ല. അപ്പോൾ നമുക്ക് ഊട്ടി വിശേഷങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഇവിടെ തുടങ്ങാം. ഏതാ എടുക്കുന്നതെന്ന് ചോദിക്കുന്നില്ലേ? തോളൂ പെട്ടി കൊണ്ടോയാ ഇവിടെന്ന് വരാതെ എൻ്റെ ജാക്കറ്റ് മറക്കണ്ടേ പങ്കു. അങ്ങനെ ഞങ്ങളുടെ യാത്ര പുതിയരുന്ന് ആരംഭിച്ചു. കുറച്ച് പേര് ബസ്സിലുണ്ടായിരുന്നു. ബാക്കി പേരൊക്കെ വഴിയെ കയറി. അങ്ങനെ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ എല്ലാവരും തമ്മിൽ പരിചയപ്പെട്ടു. ഇനി അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ള ഇതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റോഡരികിൽ തന്നെയുള്ള ഒരു വയനാട് വഴിയോരെന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട പരിപാടിയാണ്. വയനാട് വെളുത്തവർക്ക് വെള്ളയപ്പം കറുത്തവർക്ക് കറുത്ത. ഇവന് നമ്മളെല്ലാം കഴിക്കുന്ന വീഡിയോ പിടിച്ചിട്ട് വേണം. ഈ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ കുട്ടീനെ ഒന്ന് കാണിച്ചേ. ഈ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ കുട്ടീനെ, ഈ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ കുട്ടി ഞാനാണ്. അങ്കമാടിയിൽ ഇപ്പം വരുമ്പോൾ പിടിച്ചോണ്ടോ ഞാൻ. പൈങ്കിളിക്ക് കറി കൊടുത്ത ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നോട്ടാണീ തിടുക്കം. നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. ഇങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം. ഭൂമി പാതാളം പാതാളം. ഒന്നും കൂടി ചെയ്യാം. എന്നാ മറ്റൊരായാലും കൂടി സമ്മാനുണ്ട്. ഓക്കെ, എന്നാ ഒരു ട്രയലും കൂടി നമുക്ക്. ആകാശം, ഭൂമി, പാതാളം. നമ്മളെ ട്രോഫികളില് നമ്മളെ എംപ്ലോയ് വരുന്നത് ബെസ്റ്റ് പെർഫോമർ എന്നാ ഉണ്ടാവുക. നമുക്ക് അങ്ങനെ എല്ലാരും ഒരേപോലെയാണ്. ഫസ്റ്റ് സെക്കൻഡ് സ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ. എല്ലാരും ഒരേപോലെ. ഓക്കെ, അങ്ങനെ ഡാൻസും പരിപാടിയും പാട്ടും
ഗെയിംസും എല്ലാം കൂടി കഴിഞ്ഞ് നമ്മൾ ഏകദേശം കേരളം പിന്നിട്ട് തമിഴ്നാട്ടിലോട്ടെത്തി. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് എവിടെയെങ്കിലും വേണം ലഞ്ച് കഴിക്കാൻ. അതിനുള്ള തയ്യാറെടുപ്പില്ല എല്ലാവരും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ ജിത്തു സഞ്ചാരി ഹോളിഡേയ്സിൻ്റെ കൂടിയാണ് നമ്മളെ ട്രിപ്പ്. ഈ ഗ്രൂപ്പിലുള്ള ആരെയും നമുക്ക് ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. പിന്നെ കോർഡിനേറ്റേഴ്സിനെ അറിയായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ ഒരു രാമേശ്വരം മധുര ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോയപ്പോൾ നമ്മുടെ ജിത്തു സഞ്ചാരി ഗ്രൂപ്പിനെ നമുക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറ്റിയെങ്കിൽ അടുത്തതും ഇവരുടെ കൂടെ ഒരു ട്രിപ്പ് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലെത്തിയപ്പോൾ ഇവരൊരു ഊട്ടി ട്രിപ്പ് കണ്ടു, അങ്ങനെ ബുക്ക് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഇവരോട് കൂടെ വീണ്ടും ഒരു യാത്ര പോയത്. അപ്പോൾ അതുപോലെ തന്നെ മധുര ട്രിപ്പ് പോലെ തന്നെ വളരെ മനോഹരമായൊരു ട്രിപ്പായിരുന്നു. ആരെയും പരിചയമില്ലെങ്കിലും ഒരു 30 മിനിറ്റ് കൊണ്ട് ഇവർ നമുക്കെല്ലാവരെയും ഒരു ഫാമിലി പോലെ ആക്കിയെടുത്തു. ഒരു ഫാമിലീൻ്റെ കൂടെ നമ്മൾ എങ്ങനെയാണോ ട്രിപ്പ് പോവുക അതുപോലെ തന്നെയായിരുന്നു നമുക്ക് അനുഭവം. നല്ല വൈബായിരുന്നു. അത് ചെറിയ കുട്ടി മുതൽ പ്രായമുള്ളവർ വരെ ഒരേ വൈബിലെത്തിക്കുന്ന ഒരു ട്രിപ്പ്. അപ്പോൾ നമ്മൾ ഗ്രാൻഡ് വ്യൂ ഹോട്ടലിലേക്കാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. എവിടെയാണ് സ്ഥലം ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയുന്നില്ല. നമ്മളേതായാലും തമിഴ്നാട്ടിലെത്തി. അവിടെ ഭേദപ്പെട്ടൊരു ഹോട്ടലിലേക്ക് മലയാളി ഉള്ള ടൈപ്പ് ഫുഡൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളങ്ങോട്ടേക്ക് പോയത്. പിന്നെ ഞങ്ങളെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഈ പാക്കേജിൻ്റെ ഭാഗമാണ്. അപ്പോൾ പിന്നെ അതിനെപ്പറ്റിയൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. അവർ നല്ല കൃത്യമായി നല്ല ഇതിലുള്ള സ്ഥലത്ത് തന്നെ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ നോൺ വെജ് വേണ്ടുന്നവർക്ക് അത്, വെജ് വേണ്ടുന്നവർക്ക് അതൊക്കെ ആദ്യമേ അവർ ഓർഡർ എടുക്കുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ച് നമ്മൾ കഴിക്കുകയേ വേണ്ടൂ. അങ്ങനെ ഞാൻ എൻ്റെ ഫുഡ് എടുത്തു. ഞാൻ വെജിറ്റേറിയൻ ഫുഡാണ് വാങ്ങിച്ചത്, മീൽസാണ് വാങ്ങിച്ചത്. അപ്പോൾ ബിരിയാണിയാണ് വിനോട്ടനും ഫൈനലൊക്കെ ഓർഡർ ചെയ്ത്. അതുകൊണ്ട് അവർ വേറെ ടേബിളിലാണ്. ഞാനും പിന്നെ പരിചയപ്പെടുത്ത നമ്മളെ ട്രിപ്പിലുള്ളവരെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിച്ചു. നല്ല മനോഹരമായ വ്യൂ ആണ് നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് തന്നെ. അങ്ങനെ നമ്മൾ വീണ്ടും ബസ്സിൽ കയറി. അടുത്ത ലക്ഷ്യം നീഡിൽ പോയിൻ്റ്. ഇനി അവിടത്തേക്കാണ് ഇന്നത്തെ ആദ്യത്തെ നമ്മളെ യാത്ര. ഞങ്ങൾ കഴിഞ്ഞു പോയി ഗൈസ്. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ നിന്ന് മോചനം വേണ്ടിക്കൽ ഇവരെ 3 ദിവസം സഹിച്ചേ പറ്റൂ. ഹസ്ബൻഡ് ഒരു 10-12 വർഷം 20 വർഷത്തോളായിട്ട് ഇയാളെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് പെൻഷൻ വരെ ഗവൺമെന്റ് കൊടുത്തില്ല. ഇതിന് കുറേ മല്ലിനെ പരിചയമുണ്ടല്ലേ? ഓരോ ട്രിപ്പ് വന്നിട്ട് ഓരോ മല്ലിനെ പരിചയപ്പെട്ട പോക്ക്. ചെമ്പരത്തി എന്നല്ല പേര്. കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി കളികൾ ചൊല്ലി കാട്ട്. അങ്ങനെ നമ്മൾ പരസ്പരം കളിയാക്കിയിട്ടും ചിരിച്ചും കളിച്ചും എല്ലാം കൂടി നമ്മളിങ്ങനെ ഊട്ടിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് യാത്ര തുടരുവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഊട്ടിയിലേക്ക്. വളരെ മനോഹരമായ ഒരനുഭവം തന്നെയായിരുന്നു. കയ്യിലെന്തെങ്കിലും കൊടുക്കാൻ തോന്നുന്നു. അതിന് പേടിയായി. ഒരു മങ്കിയാടിയുണ്ട്. അതാ ഇടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നീഡൽ റോക്ക് വ്യൂ പോയിന്റിലെത്തി. അവിടെ വണ്ടി വെച്ച് കുറച്ച് നടന്നു പോകാനുണ്ട്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗൈഡ് നമ്മളെ കൂടെയുണ്ട്. കാരണം ഞങ്ങളെ കൂട്ടി വരുന്നവർ ഒത്തിരി പ്രാവശ്യം ഇവിടെ വന്നതും പോയതൊക്കെയാണ്. കുറേ ട്രിപ്പ് അവർ വന്നതാണ്. അപ്പോൾ അവർക്ക് ഊട്ടിയുടെ മുക്കും മൂലയും അറിയാം. അപ്പോൾ എങ്ങനെയാണ് എന്താണ്. പിന്നെ കുരങ്ങന്മാർ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വീഡിയോ പിടിക്കുമ്പോൾ. കാരണം അവർ പറയുന്നുണ്ട് ഫോൺ സൂക്ഷിക്കണം, ക്യാപ്പ് സൂക്ഷിക്കണം, ഇതിലേതെങ്കിലും കൊടുത്തിട്ട് കുരങ്ങൻ ഓടിപ്പോവാൻ നല്ല ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഞാൻ തന്നെ ഇതുവരെ ഫേമസ് ആയില്ല. ഒരു ദിവസം വേറല്ലോ.
അങ്ങനെ നീഡിൽ റോക്ക് വ്യൂ പോയിന്റിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ അടുത്തത് പോകുന്നത് പൈക്കര വാട്ടർഫോളിലേക്കാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കോടയൊക്കെ മൂടിക്കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അടുത്തത് അങ്ങോട്ടേക്കുള്ള വാട്ടർഫോൾ കാണേണ്ട ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. ജോലി തൊപ്പിലും വെച്ചിട്ട് വരുന്നുണ്ട്. മങ്കിയിലുണ്ടായിരിക്കും ഭയങ്കരക്ക് ഭയങ്കര സന്തോഷമായി ട്രിപ്പ് അല്ലേ? അങ്ങനെ ഞങ്ങൾ കുറച്ച് റീൽസ് എല്ലാം റെക്കോർഡ് ചെയ്ത് കേട്ടാ. നമ്മൾ തമ്മിൽ ആർക്കും ഒരു പരിചയമില്ല, പക്ഷെ ആ കുറച്ച് നിമിഷം കൊണ്ടുള്ള അടുപ്പം കൊണ്ട് തന്നെ റീൽസൊക്കെ ചെയ്യേണ്ട വൈബിലെത്തി നമ്മൾ. അതാണ് ഈ ട്രിപ്പ് കൊണ്ട് ഉള്ള ഇത് എന്ന് പറഞ്ഞ പോലെ. എങ്ങനെയത് വിവരിക്കേണ്ടതെന്ന് അറിയുന്നില്ല. തണുത്ത് കുറച്ച് സെറ്ററിന് വരുന്നത് ഫൈനലിനെ കാണിച്ചു കൊടുക്കട്ടെ എത്ര എട്ടിയില കിടക്കുന്നു. ശരിക്കും നേരത്തെ ഉള്ള പോലെ തന്നെ അയ്യോ തണ്ട് റൂം തൽക്കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങളതല്ലേ. ഓറഞ്ച് പോലത്തെയാ, അത് നാളെ ഇടാനെടുത്തിയാണ്. റൂമിലെത്തി നോക്കുമ്പോൾ ഭയങ്കര തണുപ്പ്, എല്ലാം കൂടി പുറത്തിനെക്കാളും തണുപ്പ് റൂമിലാണ്. ഞാനും സെറ്ററിലിട്ട് പൊതിച്ച് കിടന്നു, തണുത്ത് വറക്കും. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഒരു 6:30 ഒക്കെ ആകുമ്പോൾ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8 o'clock ആകുമ്പോൾ ഡിന്നറൊക്കെ സെറ്റാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ ഇറങ്ങിയതാണ്. നമ്മൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൻ്റെ തന്നെ അടുത്ത് ഇതിൽ തന്നെ വരുന്ന റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഒരു മലപ്പുറംകാർ നടത്തുന്ന റെസ്റ്റോറൻ്റാണെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് അവിടെ ഉള്ളതാണ്. അതുപോലെ തന്നെ വന്നാൽ മലയാളികളൊക്കെ അധികം താമസിക്കുന്നതും ഇതൊക്കെയുള്ള ഏരിയ ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ബുഫേയും ആയിരുന്നു, എല്ലാം നല്ല ചൂടോടെ ഫ്രഷായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുഡിനെ പറ്റിയിട്ടൊന്നും പ്രത്യേകിച്ചെടുത്ത് പറയാനില്ല, എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊന്ന് താഴേക്കിറങ്ങി. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് വൈബാക്കാന്നുള്ള വിചാരിച്ചിട്ട് അന്താക്ഷരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ഒത്തുകൂടുന്നുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് രാത്രി ഉറക്കം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അപ്പോൾ ഞാനെൻ്റെ വീഡിയോ, ഈ ഊട്ടി ട്രിപ്പിൻ്റെ വീഡിയോ ഫസ്റ്റ് ഇവിടെ നിർത്തുവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അടങ്ങിയ വീഡിയോ നമുക്ക് ഇനിയും കാണാം. ഇനിയും 2 ദിവസമുണ്ട്. അപ്പോൾ അടുത്തടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ബായ്.
പാടിക്കോ. എന്താ പേര്? അടുത്തതാ ഗിയ. നല്ല